ശ്രീ ജി മുരളീധരൻ, അദ്ദേഹം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമാണ്, ഇടതു പ്രതിനിധിയാണ്, ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജി മുരളീധരൻ, കേരള സർവകലാശാലയുടെ കാര്യം ചർച്ച ചെയ്യുന്നതിന് മുൻപ് മറ്റ് സർവകലാശാലകളുടെയും കാര്യം ഇങ്ങനെയാണല്ലോ. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് VC നിയമനത്തിൽ വന്ന സ്ഥിതിക്ക് സർക്കാർ ഉടൻ തന്നെ ഒരു തീരുമാനത്തിലേക്ക് പോകുമല്ലോ, അല്ലേ? പാനൽ നൽകുവാനുള്ള തീരുമാനമാണല്ലോ. പക്ഷെ അവിടെ മറ്റൊരു ഘടകം കൂടി ഉണ്ടല്ലോ. രാജ്ഭവൻ അപ്പീൽ പോയാൽ വീണ്ടും സംഗതികൾ കുഴഞ്ഞു മറിയുമല്ലോ. അല്ല, ഇതിപ്പം കോടതി വിധി വളരെ വ്യക്തമാണല്ലോ. യോഗ്യതയില്ലാത്ത ആളുകളെ VC-മാരായി നിയമിക്കുന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ 100 സർവകലാശാലകളിൽ ഡസൻ കണക്കിന് 100 കോളേജുകളിൽ ഡസൻ കണക്കിന് കോളേജുകൾ കേരളത്തിൽ നിന്നും വന്നിരിക്കുന്നു. അതേപോലെ തന്നെ ദേശീയ റാങ്കിങ്ങിൽ, അന്തർദേശീയ റാങ്കിങ്ങിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, കേരള സർവകലാശാല, കുസാറ്റ്, MG, കാലിക്കറ്റ് സർവകലാശാലകൾ വളരെ വലിയ മുന്നേറ്റം നടത്തുകയാണ്. അപ്പൊ കേരളത്തിന്റെ ഭാവി ലക്ഷ്യം വെക്കുന്ന ഒരു വിജ്ഞാന സമൂഹ നിർമ്മിതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെയധികം മുൻതൂക്കം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുക്കുമ്പോൾ ആ ഒരു മുന്നേറ്റത്തെ ബോധപൂർവം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് രാജ്ഭവൻ ഇത്തരം യോഗ്യതയില്ലാത്ത ആളുകളെ കൊണ്ടുവച്ചുകൊണ്ട് സർവകലാശാല ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും 2 സർവകലാശാലകളിലെ VC-മാർ യോഗ്യതയില്ലാത്തവരാണ് എന്ന് അവർ ഒഴിയണം എന്നും അവിടെ വൈസ് ചാൻസലർമാർ യോഗ്യതയുള്ളവരെ നിശ്ചയിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ സർക്കാരിനാണ് എന്നും വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇന്നലെ കോടതി അയോഗ്യത കൽപ്പിച്ച ഒരു വൈസ് ചാൻസലർ 8 ദിവസത്തേക്ക് കേരള സർവകലാശാലയിൽ എത്തിയപ്പോൾ എന്താ അവിടെ ചെയ്ത പ്രവൃത്തി? അങ്ങേയറ്റം നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് അവിടെ ചെയ്തത്. ഒന്ന്, വന്നതിന്റെ 2ാം ദിവസം ആ സർവകലാശാലകളിൽ കയറി SO-മാർ ഇരിക്കുന്ന കസേരയിൽ കയറിയിരുന്ന് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഫയലുകൾ അവിടെ നിന്ന് മുക്കുന്ന സമീപനം ഉണ്ടായിരുന്നു. ഞങ്ങൾ സിൻഡിക്കേറ്റ് ശക്തമായി ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് പിന്തിരിഞ്ഞത്. പക്ഷെ നിങ്ങൾ തമ്മിൽ ഈ തർക്കം തുടരുമ്പോഴും പന്താടുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. കേരള സർവകലാശാലയിൽ ആരെങ്കിലും ഒരു തീരുമാനം എടുക്കുക, അതല്ലെങ്കിൽ കോടതിയിൽ പോയി അതിന് കൃത്യമായിട്ട് നിയമവഴി എന്താണെന്ന് കണ്ടെത്തണം. അതിനുള്ള ശ്രമവും കേരള സർവകലാശാലയിൽ നടക്കുന്നില്ല. ഇപ്പോൾ 2 രജിസ്ട്രാർമാർ ഇരിക്കുന്ന സ്ഥിതിക്ക് ആര് തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമാണ്. അപ്പോൾ വലയുന്നത് വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യേണ്ട സമയമാണ്. അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നടക്കാതെ ഈ നിങ്ങൾ തമ്മിൽ തല്ല് എന്ന് പറയുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും ഗുണകരമല്ല. ഇവിടെ തമ്മിൽ തല്ലൊന്നുമില്ല. ഇവിടെ കേരള സർവകലാശാലയിൽ ഒരു VC ഉള്ളൂ, ഒരു രജിസ്ട്രാറേ ഉള്ളൂ. അത് ഡോക്ടർ KS അനിൽകുമാറാണ്. അദ്ദേഹം ഫയൽ നോക്കുന്നുണ്ട്. രജിസ്ട്രാർ കണ്ട് തീരുമാനം എടുക്കേണ്ട ഒരെണ്ണം പോലും പെൻഡിങ് ഇല്ലാതെ വിദ്യാർത്ഥികളുടെയും അവിടുത്തെ അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ്, പ്ലാനിംഗ് ഉൾപ്പെടെയുള്ള ഫയലുകൾ നോക്കി കൃത്യമായി രജിസ്ട്രാർ അത് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വൈസ് ചാൻസലർ കാണേണ്ട ഫയലുകൾ DDFS ആയിട്ടാണ് വരുന്നത്. അത് കൃത്യമായി രജിസ്ട്രാറിന്റെ മുമ്പിൽ എത്തുന്ന ഫയലുകൾ ഇതുവരെയുള്ളത്, ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞു, ഇന്നലെ വരെയുള്ളത് കൃത്യമായി DDFS-ൽ VC-ക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. VC ഇന്നലെ എന്താ പത്രക്കാരെ കണ്ട് പറഞ്ഞത്? എനിക്ക് ഓൺലൈൻ ഫയൽ പോലും നോക്കാൻ സമ്മതിക്കുന്നില്ല, നോക്കാൻ സമ്മതിക്കുന്നില്ല, തടസ്സപ്പെടുത്തുകയാണ്. ഒരു തടസ്സമില്ല, നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതുവരെ ഡോക്ടർ KS അനിൽകുമാറിന്റെ മുമ്പിൽ വന്നിട്ടുള്ള മുഴുവൻ ഫയലുകളും VC-ക്ക് അയച്ചു. ശരവേഗത്തിലാണ് അത് തിരിച്ചയക്കുന്നത്, ശത്രുതാപരമായി. അപ്പൊ ആരാ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്? ഇവിടെ 2 പേർ തമ്മിലുള്ള തർക്കമില്ല. നിയമപരമായി കാര്യങ്ങൾ ചെയ്യാൻ വൈസ് ചാൻസലർ തയ്യാറായാൽ കേരള സർവകലാശാലയിൽ ഒരു പ്രതിസന്ധിയില്ല. കൃത്യമായി ആ സർവകലാശാല മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അല്ല, ഇവിടെ ഡോക്ടർ KS അനിൽകുമാർ സസ്പെൻഷനിലാണ് എന്നാണല്ലോ വൈസ് ചാൻസലർ പറയുന്നത്. മാത്രമല്ല, ഹൈക്കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനം വന്നിട്ടില്ല. സിൻഡിക്കേറ്റിന്റെ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വൈസ് ചാൻസലർക്ക് അക്കാര്യം പറഞ്ഞു നിൽക്കുകയും ചെയ്യാം. അത് കുഴപ്പമെന്ന് പറയുന്നത് വൈസ് ചാൻസലർ കോടതിയിൽ പോകുന്നില്ല, അതാണ് പ്രശ്നം. വൈസ് ചാൻസലർ പറയുന്ന മുഴുവൻ കളവാണ്. കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 6-ാം തീയതി എടുത്ത സിൻഡിക്കേറ്റ് യോഗ തീരുമാനം അംഗീകരിച്ചുകൊണ്ടാണ് ഈ രജിസ്ട്രാറുടെ റിട്ട് പിൻവലിക്കാൻ ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി അത് പറയുന്നുണ്ട്. ഇനി 6-ാം തീയതി എടുത്ത സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ ആക്ഷേപമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കാം. എന്തേ സമീപിക്കാത്തത്? ഇതല്ലേ വസ്തുത? എന്നിട്ട് അദ്ദേഹം പറയുന്നു വൈസ് ചാൻസലർ ഇല്ലാത്ത സമയത്ത് ചേർന്ന യോഗം ഞാൻ അംഗീകരിക്കില്ല എന്ന്. ഈ വൈസ് ചാൻസലർ, താൽക്കാലിക വൈസ് ചാൻസലർ
ഇരുന്ന കഴിഞ്ഞ സിൻഡിക്കേറ്റ് ഞാനും ഒരു അംഗമായിരുന്നു. ആ സമയത്ത് ഒരു യോഗം ചേർന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കേണ്ടി വന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും യോഗം ചേരാൻ നേരത്തെ ഈ മോഹൻ കുന്നുമ്മൽ എന്ന് പറയുന്ന ഈ വൈസ് ചാൻസലർ തന്നില്ല. വരാത്ത സമയത്ത് ഞങ്ങൾ പറഞ്ഞു സാർ യോഗത്തിന് വരണം, അപ്പോൾ അദ്ദേഹത്തിന് സമയമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാറ്റ്യൂട്ടിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്, അതനുസരിച്ച് ഞങ്ങൾ യോഗം ചേരും എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് ആ യോഗത്തിലുള്ള ഒരു സിൻഡിക്കേറ്റ് അംഗത്തെ ചെയറായി തെരഞ്ഞെടുത്തുകൊണ്ട് യോഗം പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ച യോഗത്തിന്റെ മുഴുവൻ മിനിറ്റ്സും അപ്രൂവ് ചെയ്ത ഈ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എന്ന് പറയുന്ന താൽക്കാലിക വൈസ് ചാൻസലർ ഇപ്പൊ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം തീരുമാനിച്ചപ്പോൾ എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. എവിടെ മിനിറ്റ്സ് സിൻഡിക്കേറ്റ് സെക്ഷൻ ഉണ്ട്, അദ്ദേഹം പരിശോധിക്കൂ, കൃത്യമാണത്.